സാറ് കിട്ടി 4-5 പേര് തിരഞ്ഞെടുക്കും. ഇതിൽ സാറ് തന്നെ പ്രശംസാപത്രം, ഓരോരുത്തർക്കും പ്രശംസാപത്രം. ആ പ്രശംസാപത്രം ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് ഇത് ടൈപ്പ് ചെയ്തല്ല, ഇത് അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ തന്നെ ക്ലെയിം ചെയ്ത് കൊടുക്കും. അവിടെ ഞങ്ങൾ ദേശീയ ഇത്രയേ ഉള്ളൂ. സാഹിത്യകാരനോട് ബഹുമാനം, സാഹിത്യകാരന്റെ പേരിലുള്ള പുസ്തകത്തിന്റെ ഒരു അവാർഡ്, അത് വേറൊരു കൃതിയെ കുറിച്ച് എഴുതിയ പുസ്തകമാണ്. അതിങ്ങനെ ഒരു എഴുത്തുകാരന്റെ കയ്യൊപ്പോട് കൂടി അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ അവാർഡ്, ഇതെല്ലാം ഒരു സാഹിത്യ താല്പര്യമുള്ളവരെ രോമാഞ്ചം കൊള്ളിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, ഇന്നത്തെ എനിക്കെന്തായാലും ഇതൊക്കെ വളരെ രോമാഞ്ചം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. പുസ്തകരചനയും അതിനുവേണ്ടിയിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങളും കഠിനാധ്വാനവും അതിനോടുള്ള തീവ്രമായ ബന്ധവും നമ്മളെ വിട്ടുമാറാൻ കഴിയാത്ത അതിനുള്ള അഭിനിവേശം, ഇതെല്ലാം നമുക്ക് രോമാഞ്ചമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും ചെറിയ അസുഖമാണ്, വട്ടാണ്. കാരണം ചുമ്മാ ആവശ്യമില്ലാതെ പുസ്തകത്തിനുള്ള അവാർഡ് കൊടുക്കുന്ന ആൾക്കാരെങ്കിലും വിളിച്ച അവാർഡ് എന്തിനാണ്? ആരെങ്കിലും അങ്ങനെ ചെയ്യൂ? വേറൊരു സാഹിത്യകാരന് ഒരു സാഹിത്യകാരന് അവാർഡ് കൊടുക്കാൻ ഇഷ്ടപ്പെടുകയും. അപ്പൊ ഞാനന്ന് ഒരു തീരുമാനം എടുത്താണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ, ഞാൻ എന്നെ പ്രതികരിക്കുന്നു, ഞങ്ങൾ തീരുമാനിച്ചതിലുള്ളൂ. ഞങ്ങളൊരു സാഹിത്യകാരനുള്ള സൗഹൃദത്തിന്റെ പുരസ്കാരം കൊണ്ടാണ്. വ്യക്തിബന്ധം പലരും അങ്ങനെയാ, പല അവാർഡും അങ്ങനെയാ, പലരും നേരത്തെ തീരുമാനിച്ച് പല വ്യക്തിബന്ധങ്ങൾ അത് സ്വാധീനിച്ചെടുത്ത് അവരുടെ സൗഹൃദങ്ങൾ, അവരൊരുമിച്ച് പഠിപ്പിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കുന്നവരോ നാട്ടുകാരോ ബന്ധുക്കളോ. ഇവിടെ വന്നിരിക്കുന്ന 100% സാഹിത്യകാരന്മാരെയും എനിക്ക് വ്യക്തിപരമായ ബന്ധുക്കളെ ഞാനൊരു കമ്മിറ്റിയിൽ അവരെ പ്രധാനം ചെയ്തു. മറ്റ് ഇതെല്ലാം 3-4 ആളുകളെ ഏൽപ്പിച്ചു, അവർ തീരുമാനിച്ചു, അവരുടെ ഇഷ്ടത്തിൽ നമ്മൾ തരംതിരിച്ചു കൊടുക്കുകയാണ്. ഒരു വ്യക്തിബന്ധം പലർക്കും അറിയില്ല, നിങ്ങൾക്ക് കിട്ടിയവർക്ക് അറിയില്ല. ഞാനുമായിട്ട് പരിചയമുള്ള ആളുണ്ട്, 4-5 പേര് വരുന്നുണ്ട്, വളരെ കുറച്ച് പേര് പരിചയമില്ല. അതാണ് ഇതിന്റെ സൗകര്യം. കാരണം സമൂഹത്തിൽ അതില്ല. ആ സമൂഹത്തിൽ അതില്ലാത്തത് കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുക, അങ്ങനെ വേണം. ഇനി ആളുടെ പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ ആ പരിചയക്കാർക്കല്ല കൊടുക്കുന്നത്, നമ്മള് അതിന് നിഷ്പക്ഷത പാലിക്കണം. ആ നിഷ്പക്ഷത 100% പാലിക്കണം. ഞാനത് ഒരു അപ്ഡേറ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു, ഒരു നല്ല പുസ്തകം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുരസ്കാരം എഴുതി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ റഷീദ് പാനൂർ തുടങ്ങിയവരുടെ കമ്മിറ്റി തീരുമാനിച്ചു. അതനുസരിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല. വർഗീകരിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ വർഷം 30 വർഷമായി പുസ്തകം ഈ അവാർഡ് ഏർപ്പെടുത്തിയിട്ട് 30 വർഷം പൂർത്തിയായി. അപ്പൊ അതിൽ സെലിബ്രേഷൻ അവാർഡ് വിതരണത്തിനായിട്ട് വന്നു. രഞ്ജി പണിക്കര് ആ സമയത്ത് രഞ്ജി പണിക്കരില്ല, വീട്ടിൽ രഞ്ജി പണിക്കർ. ഇങ്ങനെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെല്ലാം താല്പര്യപൂർവ്വമാണ് ഈ പുരസ്കാരം. അപ്പൊ രഞ്ജി പണിക്കരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മനം മടുത്തിരിക്കുക, കാരണം ആളുകൾ ആക്ഷേപിക്കുകയാണ് ഇങ്ങനെ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിരാശപ്പെടുത്തത് ഇതാണ് ശരിയായ മാർഗം എന്നവിടെ തന്നെ പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഗറില്ല യുദ്ധമുറയാണെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ കാണുമായിരിക്കും. അങ്ങനെ പറഞ്ഞതാണ് ജയൻ കേസി, ഇപ്പൊ അവരുടെ പേര് ജയൻ ചെറിയാൻ. അദ്ദേഹം US അദ്ദേഹം പറഞ്ഞതാണ്, ഈ അവാർഡ് വ്യത്യസ്തമാണ്, ഇതൊരു ഗറില്ല യുദ്ധമുറയാണ്. കാരണം മുഖ്യധാര അവാർഡുകളുടെ ബദലായിട്ട് ഒരു പുതിയ സംസ്കാരം സൃഷ്ടിച്ചിട്ടുണ്ട്. 30 വർഷം നമ്മൾ ശ്രദ്ധിച്ചു. നിങ്ങളെല്ലാവരും അനുമോദിക്കുക. നിങ്ങളെല്ലാം നല്ല എഴുത്തുകാരാണ്, സന്തോഷമുണ്ട്. അതെല്ലാം പുസ്തകങ്ങൾ വായിച്ചപ്പം കഴിവുള്ളവർ എല്ലാവരും നല്ല പ്രോമിസിംഗ് ഉള്ള ആൾക്കാർ. ചില ഏജുള്ളവരുണ്ടായിരിക്കും, അവരെല്ലാം നല്ലപോലെ ആത്മാർത്ഥമായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. പുതിയ തലമുറയിൽപ്പെട്ടവർ നന്നായിട്ട് എഴുതി വരുന്നവരാണ്, നല്ല ശ്രദ്ധിക്കപ്പെടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഈ പുരസ്കാരം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം നമ്മൾ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പിന്നെ ഇതിനാളെ അറിയിക്കുന്നത് അവിടെ ഇന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇന്ന് കൊടുത്തു കഴിഞ്ഞ് നാളെ മറ്റന്നാളൊക്കെ മറ്റു പല സ്ഥലങ്ങളിലും വാർത്തകൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഈ വാർത്തയെ സെലിബ്രേറ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ഒരു വർത്തമാനപത്രം മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പുകൾ സെലിബ്രേറ്റ്, മറ്റേ യൂട്യൂബ്, പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ പോസ്റ്ററുകൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി പരസ്യം കൊടുക്കും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തെ പരമാവധി യൂട്ടിലൈസ് ചെയ്യും. എല്ലാ ദിവസവും നമുക്ക് അവാർഡ് കിട്ടില്ല, എല്ലാ പുസ്തകത്തിനും അവാർഡ് കിട്ടില്ല അല്ലേ? എല്ലാ കോവി വിജയന് തന്നെ ഖസാക്കി വിദ്യാസന അവാർഡ് കൊടുത്തില്ല അല്ലേ? നല്ല പുസ്തകമാണെന്നൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു. ഇന്ത്യ കൊടുത്തിട്ടില്ല, കേരള സാഹിത്യ അക്കാദമിയും കൊടുത്തില്ല, കേന്ദ്ര സാഹിത്യ അക്കാദമിയും കൊടുത്തില്ല. അപ്പൊ നല്ല പുസ്തകം എഴുതിയാൽ അവാർഡ് കിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ പുസ്തകത്തിനും അവാർഡ് കിട്ടില്ല, എല്ലാ പുരസ്കാരങ്ങളും അങ്ങനെ കിട്ടാൻ എളുപ്പമുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം ആളുകളിൽ അറിയിക്കുക. ഇന്നത്തെ കാലത്ത് സമൂഹ മാധ്യമങ്ങൾ നമ്മളെ അനുവദിക്കുന്നുണ്ട്, അതിന് പോസ്റ്റർ തയ്യാറാക്കുക, അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് കൊടുക്കുക, നിരവധി അറിയിപ്പുകൾ കൊടുക്കുക.
പോസ്റ്റ് ഇങ്ങനെ അവാർഡ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പുരസ്കാരം എന്ന നിലയിൽ കാണുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സുഹൃത്ത് പേര് പറയുന്നില്ല, അദ്ദേഹം ഈ അവാർഡിന്റെ കാര്യം ഞാൻ ഇങ്ങനെയുണ്ട്, അതായത് അവാർഡ് കൊടുക്കുന്നതല്ല, ഈ ഇതിനെ നിങ്ങൾക്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ചടങ്ങ് വയ്ക്കും, ഈ ദിവസം ചാവറ കളക്ടേഴ്സിൽ ചടങ്ങ് വയ്ക്കും. ആ സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഈ പുരസ്കാരം നിങ്ങൾക്ക് തരുന്നതിനെ കുറിച്ച് അറിയിക്കും. അപ്പൊ അദ്ദേഹം അത്രയും കേട്ടുള്ളൂ. അദ്ദേഹം എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പുരസ്കാരം ഇത് കിട്ടാറില്ല. സത്യസന്ധമായി അദ്ദേഹം പെട്ടെന്ന് പ്രതികരിച്ചു. അതൊരു മനസ്സിന്റെ നന്മയാണ്, മനസ്സിന്റെ നന്മയാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും അവരുടെ ആ സന്ദർഭത്തെ ഉപയോഗിക്കുക. ഇതൊരു ട്രസ്റ്റിന്റെ അല്ല, ഇതൊരു ബോർഡിന്റെ അല്ല. ഹരികുമാർ സാർ, വേണു സാർ, രാജഗോപാൽ സാർ, സണ്ണി തായഗിരി സാർ, ഡോക്ടർ ചന്ദ്രബാബു, രാധാമേയ, ചന്ദ്രബിന്ദു, രാധാമേയ പരിചയപ്പെടുന്നുള്ളൂ. ആദ്യമേ തന്നെ വേണു സാറിനോടൊരു ക്ഷമാപണം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. അതിൻ്റെ കാരണം ഏകദേശം ഒരു 3 മാസം മുമ്പ് സാറിൻ്റെ ഒരു പുസ്തകം കൂടെ പ്രകാശനം ചെയ്യേണ്ടതാണ്. എനിക്ക് കൃത്യമായിട്ട് കോപ്പി ഏൽപ്പിച്ചിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ചാവറയിലെ പ്രോഗ്രാമിൻ്റെ തിരക്ക് കൊണ്ട് അതിങ്ങനെ ഓരോ ഡിസ്കഷനും ഞങ്ങളിങ്ങനെ മീറ്റിംഗ് കൊടുക്കുമ്പോൾ പറയാം അടുത്ത തവണ പറഞ്ഞുകൊണ്ടിരുന്നു. അത് നടക്കാതെ പോയി. നമുക്കറിയാം, ദസ്തേവ്സ്കിയൻ റൈറ്റിംഗ്സിനെ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു അതുല്യ എഴുത്തുകാരനും ഒക്കെയാണ് വേണു സാർ, നമുക്കറിയാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു അവാർഡ് ദാനത്തിൽ അധ്യക്ഷത വഹിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഒരു 3 മാസം മുമ്പ് ഹരികുമാർ സാർ ഇങ്ങനെ വിളിച്ച് മറ്റൊരു അവാർഡ് വേദി ഉണ്ടാവുകയും ഇങ്ങനെ കുറെ അധികം ആളുകൾക്ക് അവാർഡ് നൽകുകയും ഒക്കെ ചെയ്ത ഒരു ചടങ്ങുണ്ടായിരുന്നു. എനിക്കിതിൽ ഏറ്റവും സന്തോഷം തോന്നിയത് ഒന്നിത് ഖസാക്കിന്റെ ഇതിഹാസത്തിനെ ബേസ് ചെയ്തതാണ്. OPVG എന്ന് പറയുന്ന അതുല്യനായ നോവലിസ്റ്റിന്റെ, കാർട്ടൂണിസ്റ്റിന്റെ, ഒരു പക്ഷേ മലയാള സാഹിത്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മറ്റൊരു എഴുത്തിന്റെ ദീപശിഖയായിട്ട് മാറിയ വ്യക്തിയാണ്. ഇപ്പോഴും എൻ്റെ മുറിയിൽ എൻ്റെ തലവണയോട് ചേർന്ന് ഒരു പുസ്തകം ഇരിപ്പോഴും ഇത് ഖസാക്കിന്റെ ഇതിഹാസമാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഖസാക്കിന്റെ ഇതിഹാസം, തലമുറകൾ, ഗുരുസാഗരം, ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസവും 100 years of solitude-ഉം തലമുറയും 100 years of solitude-ഉം അതുപോലെ മനുഷ്യരാമുഖവും ഒരുമിച്ച് വായിക്കുക, പുറകെ വായിക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെയോ സാധാരണങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയായാലും ഈ അവാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ട്രസ്റ്റ് അവാർഡ്, സൊസൈറ്റി അവാർഡ് അല്ലെങ്കിൽ അക്കാദമി അവാർഡുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാറ് പറഞ്ഞത് ഇത് ആസ്വാദകരുടെ അവാർഡാണെന്നാണ്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തിനെ വിജയിപ്പിക്കുന്നത് വായനക്കാരനാണ്, ഒരു തർക്കവുമില്ല, വായനക്കാരനാണ്. അത് പണ്ട് കാക്കനാടൻ സാറിന്റെ നോവലിനെ കുറിച്ച് ഘോരഘോരമായി ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇനി സാറിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ഞാൻ തന്നെയാണ് എഴുതി വെച്ചത്. കാരണം വായനക്കാരൻ അതിനെ ഡീകോഡ് ചെയ്യുകയും ഡീഇന്റർപ്രറ്റ് ചെയ്യുകയും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. നമുക്കറിയാം, എത്രയോ വർഷമായിട്ട് ഹരികുമാർ സാറ് അതുല്യമായ ലേഖനങ്ങൾ, അത് നമുക്കറിയാം മലയാളത്തിൽ നിരൂപണങ്ങൾ എഴുതുന്നവർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തോമസ് മാത്യു സാറിന്റെ ഒരു പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു. ഇപ്പോഴും ഞാൻ അതിന്റെ പദ്യം വായിച്ചിട്ടുള്ളൂ. അഴീക്കോട് സാറിന്റെ പുസ്തകം എടുത്തിട്ട് ചുമ്മാ ഒന്ന് എഴുതാന്ന് വിചാരിക്കേണ്ട. ഖണ്ഡന വിമർശനവും മുണ്ഡന വിമർശനവും ഒക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇതൊക്കെ മലയാള ഭാഷയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇന്ന് നമുക്ക് മലയാള ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ ഇല്ല. അത് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ബൈലിംഗൽ ലാംഗ്വേജ് ആയിട്ട് മാറി. നിങ്ങൾ ബ്രോഡ്വേയിലേക്ക് പോക്കോ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് മലയാള ഭാഷയല്ല. നമ്മൾ തന്നെ സംസാരിക്കുന്ന മലയാളത്തിൽ മജോറിറ്റിയും ഇംഗ്ലീഷാണ്. ഇപ്പം ഞാൻ മജോറിറ്റി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞു. നമുക്കല്ലാതെ ഒരു ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഹരികുമാർ സാറിന്റെ, തോമസ് മാത്യു സാറിന്റെ ഒക്കെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നല്ല മലയാളത്തിന്റെ
നല്ല ഭാഷയുടെ, നമ്മുടെ ഏറ്റവും മനോഹരമായ ഭാഷയുടെ ഉപയോഗവും പ്രയോഗവും അതിന്റെ അർത്ഥതലങ്ങളും, സാർ തന്നെ പറഞ്ഞല്ലോ ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ്, അതിന്റെ കാരണം നമ്മൾ അത്ര ശ്രദ്ധയോടെ ഭാഷയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈയിടെ ഒരു കവിത എഴുതി, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രൊഫസർ ഒരു കവിത എഴുതിയിട്ട് അതിവിടെ മ്യൂസിക് ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പൊ അതിന്റെ ലൈൻസ് നോക്കി കഴിഞ്ഞപ്പോൾ കുറെ തെറ്റ് കണ്ടു. ഞാൻ പറഞ്ഞു ഇവിടെ ഊഷാരഭൂമിയല്ല ഊഷരഭൂമി എന്നാണ്. അപ്പോൾ എന്നെ വല്ലാണ്ട് ചീത്ത വിളിച്ച്. ഞാൻ മലയാളം പഠിപ്പിക്കുന്ന ആളാണ്, ഞാൻ മലയാളം ഡിഗ്രി പഠിച്ചുള്ളൂ, പിന്നെ ജേർണലിസത്തിലേക്കാണ് തിരിഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഊഷാരഭൂമി എന്ന് പറഞ്ഞൊരു വാക്ക് മലയാളത്തിലില്ല. താൻ ആ സത്യധാരാവലി എടുത്ത് നോക്ക്, അപ്പൊ തിരിച്ചറിയാം. അപ്പൊ നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് മേഖലയിലിരിക്കുന്ന ആളുകൾക്ക് പോലും ഭാഷയെക്കുറിച്ച്, അത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച്, നമ്മളൊരു നോവലിനെ വായിച്ചറിയുന്ന രീതി, അസാക്കിന്റെ ഇതിഹാസത്തെ കുറിച്ച് എത്രയധികമായ പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും അതിന് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള പുസ്തകമായിട്ട് നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും രവിയെ നമുക്ക് മറക്കാൻ പറ്റില്ല. അയാൾ ആ ആശ്രമത്തിൽ നിന്ന് അവിടുന്ന് മുണ്ടെടുത്ത് ഓടിയതിനെ കുറിച്ച് വായിക്കുന്നു. തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആത്മീയതയ്ക്കും ഫാന്റസിക്കും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് തസ്രാക്കിലേക്ക് എത്ര തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെന്നറിയോ. എന്ത് സിനിമയുടെ കാര്യങ്ങൾക്കായിട്ട് 3 മാസം മുമ്പ് വീണ്ടും പോയി, വെറുതെ അതിലെ പോയി വരിക. അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഊർജമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് ആഗോളതലത്തിൽ പിന്നെ ധർമ്മപുരാണമൊക്കെ വായിക്കുമ്പോൾ തുടക്കം നമുക്ക് ജുഗുപ്സയൊക്കെ തോന്നാമെങ്കിലും ആ കാലഘട്ടത്തിലെ അമേരിക്കൻ പോലീസിനെ കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങൾ എത്ര രസമായിട്ടാണ് ധർമ്മപുരാണമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം എഴുത്തുകാർ, നമുക്കറിയാം മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന വലിയ എഴുത്തുകാർ, വൻമരങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അഴീക്കോട് സാറിനെ കുറിച്ച് അധികമൊന്നും സിമ്പോസിയങ്ങൾ നടക്കാത്തത്. ഇത്രയധികം ഭാഷയിലും പ്രഭാഷണത്തിലും സാഹിത്യത്തിലും ഇടപെട്ട് നിന്ന വ്യക്തിയെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. കൂടുതൽ എന്താണ് ഇത്തരം സമ്മേളനങ്ങളോ അല്ലെങ്കിൽ കോളേജുകളിൽ പോലും സെമിനാറുകൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ സാഹിത്യകാരന്മാരെ ഇപ്പൊ ആർക്ക് വേണം? എഴുതുന്ന സാഹിത്യകാരന്മാരെ എല്ലാവരും റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ തലമുറയിൽ സാഹിത്യകാരനാണെന്ന് പറഞ്ഞ് നമ്മൾ നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോഗമില്ല. നിങ്ങൾ റീൽ ചെയ്ത് ഹായ് ബ്രോ എന്ന് പറഞ്ഞ് റീൽ ചെയ്താൽ നിങ്ങൾ എല്ലാവരും അറിയും, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയിൽ കയറി എല്ലാവരും അറിയും, അല്ലെങ്കിൽ സീരിയലിൽ കയറി എല്ലാവരും അറിയും, അല്ലെങ്കിൽ സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ട്. കൊമ്പങ്കാട് ഗോയയും കുഞ്ഞാപ്പൂനെ അറിയാത്തവര് മലബാറിൽ ആരും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ എഴുത്തിന്റെ ശീലങ്ങൾ വളരെ അപകടകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ ചെറുപ്പക്കാരായ ഒരുപാട് എഴുത്തുകാര്, ഗംഭീരമായിട്ട് എഴുതുന്ന ചെറുപ്പക്കാര് നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. മൂലശ്രുതി എന്ന് പറയുന്ന ഒരു പബ്ലിക് മാഗസിന്റെ എഡിറ്റർ ആയിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഓരോ പ്രാവശ്യവും കംപ്ലീറ്റ് വായിച്ചിട്ടാണ് അത് പ്രിന്റിന് പോകുന്നത്. അപ്പൊ പുതിയ തലമുറയിൽ നന്നായിട്ട് എഴുതുന്ന ആളുകളുണ്ട്. ആ എഴുത്ത് എപ്പോഴും എന്തിനാണ് മനുഷ്യൻ എഴുതുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ 3:30-ക്ക് തീരേണ്ട സാധനം തീർക്കുന്നതിൽ ഒട്ടും തർക്കിപ്പിക്കാതെ നിർത്താം. എന്തിനാണ് മനുഷ്യൻ എഴുതുന്നത്? എന്തിനാണ് കവിത എഴുതുന്നത്? എന്തിനാണ് കഥ എഴുതുന്നത്? എന്തിനാണ് നോവൽ എഴുതുന്നത്? അതിന് കാരണമുണ്ട്. ഞാനൊരു സംസ്കാരത്തിലാണ്, ഞാനൊരു സമൂഹത്തിലാണ്, ഞാൻ ജീവിക്കുന്ന പ്രപഞ്ചത്തിൽ എനിക്കൊരു ധർമ്മമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ വികാരങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന, എൻ്റെ നാട്ടിലെ മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റുന്ന, ലോകത്തിന്റെ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ. ചുമ്മാ ഒരു ദിവസം പേനയും പേപ്പറും എടുത്തിട്ട് നമുക്ക് എഴുതാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ പറ്റില്ല. നമ്മളിതിന് ധാരാളമായ പ്രിപ്പറേഷൻ നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വായിക്കുന്നതും. വായിക്കാത്ത ആളുകൾക്കൊന്നും അറിയത്തില്ല. വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രിന്റിംഗ് പ്രസിഡന്റ്സ് പേപ്പറിൽ നിന്ന് ജേർണലിസ്റ്റ് പഠിച്ചു വന്ന ആളോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് GCDA. ഒരാഴ്ച എടുത്തു വാട്ട് ഈസ് GCDA എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പഠനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ആളുകൾ എഴുതുന്നത്? നമുക്ക് പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്ന ഒരുപാട് പുസ്തകങ്ങൾ, ഇവിടെ ഒരു 120-ലധികം പുസ്തകങ്ങൾ ഇതിനോടകം പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അടുപ്പിച്ചടുപ്പിച്ച് പുസ്തക പ്രകാശനമായി. അവസാനം ഞാൻ പറഞ്ഞു ഇച്ചിരി ഗ്യാപ്പ് എടുക്കാം, അല്ലെങ്കിൽ അവസാനം ചാവറ രാജീവൻ സാറ് പറഞ്ഞതുപോലെ ചാവറ പുസ്തക പ്രകാശനത്തിന്റെ സ്ഥലം മാത്രമാണെന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്.
ഇപ്പോൾ ഇന്നും 2 പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇവിടെ 25,000 പുസ്തകങ്ങളുണ്ട്. നമുക്ക് മുമ്പേ എഴുതി നമ്മളെ വളരെ രസകരമായ നോവലുകളുടെയും കഥകളുടെയും കവിതകളുടെയും ശീലുകളിലൂടെ നടപ്പിച്ച KVN കോകിലനും MDയും ഒക്കെ ഇത് കാണുന്നുണ്ട്. പുതിയ തലമുറ MD ഇരുന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ സാക്ഷാൽ നമ്മുടെ OV വിജയൻ അടക്കം കൂടി ഇരുന്ന് കാണുന്നുണ്ട്. പുതുതലമുറ അത്ര മോശമൊന്നുമല്ല. വായനയിലേക്ക് ചാർന്ന് ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് വായിക്കുന്നുണ്ട്, പുതിയ കാലഘട്ടത്തെ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു ഇറങ്ങേണ്ടുന്ന പുസ്തകം ട്രംപിന്റെ വിക്രിയകളെ കുറിച്ച് ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവാം, നമ്മൾ അറിയാത്തതായിരിക്കാം. കാരണം ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് എഴുതുന്നത്. കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കുറച്ചുകൂടെ എക്കണോമിക്കലാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന മലയാളികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ. ആ ഒരു ട്രെൻഡ് ഇന്റർനാഷണലായിട്ട് അത് പബ്ലിഷ് ചെയ്യാം. ആമസോണിലോ ഏതെങ്കിലും ഒക്കെ പ്ലാറ്റ്ഫോമിൽ, പല പ്ലാറ്റ്ഫോമിലുണ്ട്. അവിടെ നമ്മളൊന്നും അറിയേണ്ട, നമുക്ക് റോയൽറ്റി വന്നുകൊണ്ടേയിരിക്കും. ആ പുസ്തകം ഇന്റർനാഷണലി വായിക്കപ്പെടും. അങ്ങനെ പോകുന്ന ഒരു പുതിയ വായനയുടെ സംസ്കാരം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനിടയിൽ നമ്മളുടെ വായനക്കാർ, നമ്മുടെ എഴുത്തുകാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന സാംസ്കാരിക ചുതിയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വൈകാരികമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചോ വേണ്ടുന്ന കൽപ്പനകളെ കുറിച്ചോ പുതുതായിട്ട് എഴുതുവാനായിട്ടും പുതിയ വാക്കുകളിൽ എഴുതുവാനായിട്ടും നമ്മുടെ നിരീക്ഷണങ്ങളെ പകർത്തി വെക്കുവാനായിട്ടും ഒക്കെ നമ്മൾ ആ സാമൂഹ്യ ജീവിതത്തിൽ ഇൻവോൾവ് ആകുകയാണ്. അല്ലാതെ നമുക്ക് ജീവിക്കാം. നമുക്ക് പുരസ്കാര ജേതാക്കളെ നിങ്ങൾക്ക് അഡ്വാൻസ് അഭിനന്ദനങ്ങൾ. ഞാനൊരു 2 ദൗത്യം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. ഒന്ന്, വിശദമായ ഒരു വായന രാവിലെ, അത് സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷെ സബ്ജക്ട് സയൻസ് ആണ്, ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്.
അത് കഴിഞ്ഞ് ജോലി തിരക്ക് കഴിഞ്ഞിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഞാൻ കുറിച്ചെടുത്തത് ഒന്നാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മറന്നുപോകാൻ പാടില്ല. ഈ അവാർഡിനെ കുറിച്ച് ഞാൻ ആദ്യം വായിച്ചതിപ്പോ ശരിക്കും ഒരു വിസ്മയമാണ് തോന്നിയത്. വളരെ ധീരമായൊരു കാൽവെപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു പുസ്തകത്തിന്റെ പേരിൽ ഒരു അവാർഡ്. സാധാരണ എഴുത്തുകാരന്റെ പേരിലുള്ള അവാർഡുകൾ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. പക്ഷെ ഒരു പുസ്തകത്തിന്റെ പേരിലുള്ള ഒരു അവാർഡ് അതെനിക്ക് വളരെയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എവിടെയും അങ്ങനെ കേട്ടിട്ടില്ല ഈ രീതിയിലൂടെ. അതെ, ഒരുപാടില്ലാതെ ഞാൻ പറയുന്നത് സാധാരണ എഴുത്തുകാരുടെ പേര് കൊടുക്കാറുണ്ട്. മെമ്മോറിയൽ അവാർഡ്, മുട്ടത്തോർക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അത് ശരിക്കും ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ ശരിക്കും കഥാപാത്രങ്ങളും കഥ നടക്കുന്ന ഇടങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് അല്ലേ? ഇപ്പോ വാൽമീകിയെ കുറിച്ചോ വ്യാസനെ കുറിച്ചോ ഒന്നും വലുതായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അവരുടെ കഥാപാത്രങ്ങളെ കുറിച്ചും അവരുടെ സംഭാഷണങ്ങളെ കുറിച്ചും നമുക്കറിയാം അല്ലേ? സെർവാന്റിസിനെ കുറിച്ച് വലുതായിട്ടൊന്നും അറിയില്ല. ഡോൺ ക്വിഹോട്ടെ കുറിച്ച് നമുക്ക് വളരെ നല്ലതുപോലെ അറിയാം. ആർതർ കോണൻ ഡോയിൽ, ഷെർലക് ഹോംസ്, ജെയിംസ് ബോണ്ട്, ഇയാൻ ഫ്ലെമിംഗാണ് എഴുതിയത്. ഇയാൻ ഫ്ലെമിംഗിനെ കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത്. അങ്ങനെ എത്രയോ ഇപ്പം കാർട്ടൂണിന്റെ കാര്യത്തിലാണെങ്കിൽ ബോബനും മൂടിയും, മോണലിസ, ഡേവിഡ്, അപ്പൊ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴാണ് ബയോഗ്രഫിയൊക്കെ കൂടുതലായിട്ട് വായിക്കുന്നത്. ശില്പികളുടെയും എഴുത്തുകാരുടെയും പെയിന്റേഴ്സിന്റെയും ഒക്കെ ആ കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ അപ്പുക്കുടി, പണ്ടൊക്കെ ഇന്ത്യൻ കോപ്പി ഹൗസ് ചർച്ചകളുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ഇന്ത്യൻ കോപ്പി ഹൗസ് ചർച്ചകളിൽ കടന്നു വരാറുണ്ട്. അപ്പൊ അന്ന് ഓരോരുത്തർക്കും ഓരോ പേരുകൾ കൊടുക്കുക. ഈ കഥാപാത്രങ്ങൾ എഴുതിയതിന്റെ ഇരട്ട പേരുകൾ അവരെപ്പോഴും ഞങ്ങൾ അത് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾ ശരിക്കും നമ്മളൊക്കെ കുറച്ച് ഭാഗ്യം ചെയ്തവരല്ല. കാരണം കുറച്ച് നല്ല പുസ്തകങ്ങൾ ഇറങ്ങിയ ഉടനെ തന്നെ വായിക്കാനായിട്ട് നിങ്ങളൊക്കെ ഒരു കാര്യം പറഞ്ഞു. വിലക്ക് വാങ്ങാവുന്നൊരു കൃതിയുണ്ട് വിമൽ മിത്രയുടെ. അതിൽ ദീപാങ്കുര സെൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ദീപാങ്കുരൻ എന്ന് പേരിട്ട കുട്ടികൾക്ക് പേരിട്ട ആളുകളെ അറിയാം. അപ്പൊ അതാണ് അതിന്റെ സ്വാധീനം. അപ്പം കഥാപാത്രങ്ങളാ ജീവിക്കുന്നത്, അവരാണ് അനശ്വരരാകുന്നത്. കാളിദാസന്റെ ശകുന്തളയും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെ? വിഷത്തിനൊക്കെ എപ്പോഴും അവർ അനശ്വരരായി. അതൊരു വലിയൊരു സംരംഭമായിരുന്നു. പക്ഷെ അത് നിന്നുപോയി. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വേണം. ക്രിറ്റിസിസം വേണം, ഇന്റർപ്രിട്ടേഷനും വേണം. ഓരോ വായനക്കാരനും ഓരോ ക്രിട്ടിക്കാണ്, ഓരോ ഇന്റർപ്രിറ്ററും വേണം. പക്ഷെ എന്തായിരിക്കണം
അതേക്കുറിച്ച് പറയുകയും അത് കുറച്ചുകൂടി മേന്മയുള്ളതാക്കി, സാഹിത്യത്തെ കുറച്ചുകൂടി മേന്മയുള്ളതാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. ആ ഒരു മേഖലയിൽ ഇദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് ശ്ലാഘിക്കണം. തുടർച്ചയായിട്ട് അദ്ദേഹം എഴുതണം. ഇനിയും ധാരാളം വിമർശന കൃതികൾ ഉണ്ടാകട്ടെ, ആസ്വാദന കൃതികൾ ഉണ്ടാകട്ടെ. ഈ അവാർഡ് ദാനത്തിന് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന പുസ്തകങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. ഇത്രയധികം മനസ്സിലൂടെ ഒത്തുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. 21ാമത്തെ വയസ്സിലാണ് എം ടി ഹരികുമാർ ഒരു ഗുലാചലമായിട്ടുള്ള മോദി വിജയന്റെ ഒരേ സമയം മഹത്വം അതേസമയം ജനപ്രയോഗമായിത്തീരുന്ന ഒരു ആഖ്യായികയ്ക്ക് മന്ത്രം മലയാളപ്പുഴ സുധൻ ശ്രീനാരായണ ഗുരുവിന്റെ ഹോമമന്ത്രം വ്യാഖ്യാനമാണ്. നല്ലൊരു കൈയടിയാവാം. കയ്യടി. കുത്തിയോട്ടപ്പാട്ടുകൾ ഒരു പഠനം. ഗദ്യമാണ്. ശ്രീ ഹരികുമാർ ഇളയിടത്താണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ആളുണ്ടോ? ശ്രീ ഹരികുമാർ ഇളയിടത്ത്. അടുത്തത് പ്രണയമേ മരണമേ എന്നെ ഒന്ന് പുണരൂ. ഗദ്യമാണ്. ശ്രീ ജയൻ നടത്തിൽ. ഷാജി പുൽപ്പള്ളി.
നല്ലൊരു കൈയടി കൊടുക്കാട്ടോ. തേക്കുമൂട്. ചാടി വാ. അടുത്തത് അപകടകാരിയായ മനുഷ്യൻ. ഗദ്യമാണ് ശ്രീ ബിനോയ് MP. അപകടകാരിയോട് ഇനി കവിതാ സമാഹാരമാണ് ഒരെണ്ണം, പോയട്രി സെക്ഷനാണ്. ന്യൂ വോയിസിനടുത്ത് പരിഗണിച്ചിട്ടുണ്ടാവുന്നത് അർത്ഥം, ഭാഷ, ഹിതം കവിതകൾ. അരുണിമ A. വാസുദേവൻ. ഫാദറാണ്. അടുത്തതായി കവിതകൾ തന്നെ. മഹാരാജാസിലെ പിരിയൻ ഗോവണി ശ്രീ ദയാ പച്ചാളം. കയ്യടിയുടെ ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. കവിത ആകാശത്തേക്ക് നീളുന്ന വേരുകൾ ശ്രീ ജിനു. കാണാതാവുന്നവർ കവിതയാണ്. ഋഷികേശൻ PB. ഋഷികേശൻ PB. കവിതകൾ PA അനീഷ്.
ശ്രീനിവാസൻ. അടുത്ത കഥ കപ്പോളം. അടുത്തത് നോവലിനുള്ളതാണ്. അടുത്ത നോവൽ ഉച്ചാടനം, അഡ്വക്കേറ്റ് എ നസീറ. അടുത്ത നോവൽ മക്രോണി, ജോസഫ് ആൻലോൺ. ഗണേഷ്. വേദിയിലെ സദസ്സുകളുള്ള ബഹുമാന്യരെ, ആത്മാലയങ്ങളുടെ കസാക്കവർക്ക് എല്ലാ പ്രിയ എഴുത്തുകാരെയും അഭിനന്ദിക്കുന്നു. 1969 എഴുതപ്പെട്ട ഒരു നോവൽ ആ ലേഖനം വന്നത് എങ്ങനെയാണ്? ഞാൻ കോഴിക്കോട് അങ്കണത്തിൽ ഞാൻ മാറുമായി താമസിക്കുന്നു. ആ സമയത്ത് അവിടെ ആ മുറി എം ടി ഇല്ല. അപ്പൊ ഞാൻ ചുമ്മാ കയറിയിരുന്നു. എനിക്ക് വലിയ അദ്ദേഹത്തെ പാരണമെന്ന് എനിക്കറിയാം. ഞാൻ കരുതും അതേ അതേ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അങ്കണത്തിന്റെ കാര്യം അത് കഴിഞ്ഞ് ഞാൻ കുറെ കഴിഞ്ഞ് പോകുന്നിട്ട് ഞാൻ തിരിച്ചു ഒരു കത്ത് അയച്ചു. ഒരു കത്ത് അയച്ചു. സൂപ്പർ ഫ്രണ്ട്ലി ഏതാണ് സാഹിത്യം അറിയില്ല. സസ്യം പറയാം അറിഞ്ഞൂടാ.
അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അത് ഈ തെറ്റായി കിട്ടി. ഞങ്ങൾക്ക് അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ് നല്ല സിനിമ, ഏതാണ് നല്ല സാഹിത്യം, വളരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ വലിയ വലിയ ആളുകൾ കെ ജി ശങ്കരപ്പിള്ളി, സച്ചിദാനന്ദ എഴുതുമതി, കവിത എല്ലാം പറയാം. വേദിയിലും സംസാരിക്കുന്ന എല്ലാ ബഹുമാനികളും പ്രിയ, എന്തായാലും അദ്ദേഹം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്ന ശ്രീ എം കെ ഹരികുമാർ സാർ ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയെങ്കിൽ അത് ഏറ്റവും വർത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറഞ്ഞത്. നിരൂപണത്തിന്റെ 50ാമത്തെ വർഷമാണ് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വഴികൾ. 50 വർഷമായി അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ചെറിയ ഒരു അല്ലെങ്കിൽ ഒരു സാധാരണ എഴുത്തുകാർക്ക് സാധിക്കുന്ന ഒന്നല്ല. അപ്പൊ അദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് നമുക്ക് ഇന്നിവിടെ സ്വായത്തമാക്കാൻ. വേദിയിൽ സദസ്സിലുള്ള ആദരണീയ, പിന്നെ കൊച്ചിയിൽ എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തരമായ ചടങ്ങ് വെച്ച് ശ്രീനാരായണ സാഹിത്യത്തിൽ ഒരു ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോൾ 24 പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഏതാണ്ട് 50ഓളം ശ്രീനാരായണ സാഹിത്യ പുസ്തകങ്ങളെ പറ്റി. അത് വളരെ ആഴത്തിലുള്ള ഒരു പഠനാത്മകമായ പരമ്പരയാണ്. അതില് എനിക്ക് ആദ്യമായി ഈ ഹോമമന്ത്രത്തിന്റെ ഒരു വ്യാഖ്യാനവും അതിന്റെ പഠനവും വളരെ പുതിയ ഒരു തലം നൽകി ചെയ്തപ്പോ എം കെ ഹരികുമാർ സാറിനെ പോലെയുള്ള ഒരു നിരൂപകൻ ആ പുസ്തകം വായിക്കുകയും ഒരു പുരസ്കാരം അതിന്റെ ആ പുസ്തകത്തിന് തരികയും ചെയ്തതിൽ എനിക്ക് വളരെയേറെ ധന്യത അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 32ഓളം കവിതാ സമാഹാരങ്ങളും 2 സാഹിത്യ നിരൂപണങ്ങളും ഒക്കെ ഇതിനു മുമ്പ് എഴുതിയതിനു ശേഷം ആ എഴുത്ത് മേഖലയിൽ ഒരു ബ്രേക്ക് കിട്ടതിന് ശേഷമാണ് ഞാൻ ശ്രീനാരായണ സാഹിത്യത്തിലേക്ക്, അതുപോലെ ഉപനിഷത്ത് സാഹിത്യത്തിലേക്ക് കടന്നത്. റിട്ടയർമെന്റിന് ശേഷമാണ് തുടങ്ങിയത്.